വിശാലമായ വലിയ ഹാളൊന്നല്ല, ചെറിയ ഹാളാണ്. കുഞ്ഞമ്മേൻ്റെ വിശാലമായ അടുക്കള. ഹായ്, ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കുഞ്ഞമ്മേൻ്റെ വീടിരിക്കലാണെന്ന്. അപ്പം ഇവിടെയാണ് കുഞ്ഞമ്മേൻ്റെ വീട് കേട്ടോ. അത് അങ്ങോട്ട് പോകുന്ന വഴിയാണ്, വലിയ കയറ്റാണ് കേട്ടോ. ഇതാ പാടത്തെ വരമ്പത്ത് കൂടെ വരിക, വഴിയൊന്നുമില്ല, ഈ വഴി കൂടെ കയറി പോകണം, വണ്ടിയൊന്നും വരത്തില്ല. അപ്പം കുഞ്ഞമ്മേൻ്റെ വീടും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുഞ്ഞമ്മേൻ്റെ വീട് അതാണ് കേട്ടോ. ഫ്രണ്ട് വശമാണിത്. അവൻ പറയുന്നത് പുറകു വശം, ഇത് ഫ്രണ്ട് വശമാണ് കേട്ടോ, അവനക്ക് അറിയത്തില്ല. പിന്നെ ഇതാ കിണറൊക്കെ ഞങ്ങൾ മൂടിയിട്ടേക്കുവാണ്. പിന്നെ അച്ഛൻ ഇവിടെ കുറേ കപ്പൊക്കെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ചു കൊടുക്കുക കപ്പ. കപ്പ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കി കൊണ്ടുപോകുന്ന തിരക്കിലേക്കാണ് കേട്ടോ. ഹാളിലോട്ട് കയറാം. അപ്പം ഇതാണ് കേട്ടോ ഹാള്. വിശാലമായ വലിയ ഹാളൊന്നല്ല, ചെറിയ ഹാളാണ്. ഇവിടെയാണ് ഡൈനിങ് ടേബിൾ ആയാലും സോഫ ആയാലും എല്ലാം ഇവിടെ തന്നെയാണ്. ഫ്രിഡ്ജ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ഫ്രിഡ്ജ്. ഇത് ഒരു കുഞ്ഞമ്മ വാങ്ങിച്ചു കൊടുത്ത കണിക. ഇതൊരു കുഞ്ഞമ്മ വാങ്ങിച്ചു കൊടുത്ത ദിവാൻ കോട്ട്. ഇത് എനിക്ക് ആരുടെ ഗിഫ്റ്റ് തന്ന പാത്രം. പിന്നെ ഇവിടെ 2 ബെഡ്റൂമായിട്ടുള്ളത് കാണുന്നില്ലേ? 2 ബെഡ്റൂമാണ് ഉള്ളത്. ബെഡ്റൂം കാണിക്കാം ബാബാ. ഇതാണ് ഒരു ബെഡ്റൂം. ഇവിടെ ജനലൊന്നും വെച്ചിട്ടില്ല, കറക്റ്റ് ഇട്ടിട്ടുണ്ട്, ജനലൊന്നും വെച്ചിട്ടില്ല, അതിൻ്റെ പണി കഴിഞ്ഞ് നടക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതൊരു ബെഡ്റൂം. ഇവിടെ ജനലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ജനലും കറക്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു ബെഡ്റൂം. ഒരു ബാത്റൂം മാത്രമേ, ഹാളിലൊരു ബാത്റൂം. ഇതിൽ ആളൊന്നും ഇല്ലല്ലോ. ബാത്റൂം. അപ്പം ഇതാണ്ട് അടിക്കണം കാണിച്ചോട്. കുഞ്ഞമ്മേനെ വിശാലമായ അടുക്കള. എന്തുവാ ഇത്? ഫുള്ള് പാത്രം വെച്ചോളൂ. അമ്മനൊന്നുമില്ല ഇവിടെ. അമ്മനെ കാണിച്ചോട്. രാധനെ ഇത് അമ്മയിന്ന് തുണിയായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഈ ഒരു വീട് 2 ബെഡ്റൂം, ഒരു ബാത്റൂം, ഒരു ചെറിയ കിച്ചൺ, ഹാൾ. ഇത് തറയിലൊക്കെ ഷീറ്റാട്ടോ ഇട്ടേക്കുന്നത്, ടൈലല്ല. കാണുമ്പോൾ പെട്ടെന്ന് കയറി വരുമ്പോൾ നമുക്ക് ടൈലായി തോന്നുമെങ്കിലും ഷീറ്റാണത്. ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. അടുക്കളയിൽ മാത്രമേ ടൈൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതിന് കുഞ്ഞമ്മക്ക് ടോട്ടൽ ചിലവായത് എത്രയെന്ന് വെച്ചാൽ ഒരു 5-5.5 ലക്ഷം അത്രയൊക്കെ ആയിട്ടുള്ളൂ. അത്രയും ആയിട്ടുള്ളൂ. ഇവിടെ മാത്രമേ ജനൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ജനലൊന്നും ഇട്ടിട്ടില്ല. കുഞ്ഞമ്മ ഞാൻ പറഞ്ഞുതരാം, കുഞ്ഞമ്മനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇവിടെ ഇപ്പോൾ കുഞ്ഞമ്മയും കുഞ്ഞമ്മൻ്റെ മോനും ഇവർ 2 പേരും ഇവിടെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ കുഞ്ഞമ്മൻ്റെ മോള് അവിടെ കല്യാണം കഴിഞ്ഞ് അവിടെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. 5-6 മാസമായിട്ടോ. അപ്പം കുഞ്ഞമ്മ പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ആടി തന്നെ പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്യുന്നത്. കുഞ്ഞമ്മൻ്റെ ഭർത്താവ് അവർ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ സമയത്ത് 3 വർഷം ആവാറായി. അവർ മരിച്ചുപോയി, ക്യാൻസർ ആയിരുന്നു കേട്ടോ. കുഞ്ഞമ്മ പെട്രോൾ പമ്പിലാണ് വർക്കിനിപ്പം. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കുറച്ച് പൈസ, പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പൈസ ഉണ്ടാവും, അതുകൊണ്ട് ഉണ്ടാക്കിയ ചെറിയ വീട്. അവർ പഴയ വീടിന് പോയിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതൊരു ഓടിട്ട് പൊളിഞ്ഞ് വീടാറായൊരു വീടായിരുന്നു. അതൊന്നും ഇത്രയെങ്കിലും ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പം അത്രയൊക്കെയുള്ളൂ ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കമൻ്റൊക്കെ ഇടണം കേട്ടോ. ബൈ.